സലീം കുമാർ ഒരേ സമയം മലയാളിയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും കടന്നുപോയ അപൂർവം കലാകാരന്മാരിലൊരാൾ. മഹാരാജാസിലെ മിമിക്രി വേദികളിലൂടെ കൊച്ചിൻ കലാഭവനിലേക്കും അവിടെ നിന്ന് മലയാള സിനിമയിലേക്കും പടർന്നു പന്തലിച്ച സലീം കുമാറിൽ ഏൽപ്പിക്കപ്പെട്ട ഓരോ കഥാപാത്രവും ഭദ്രമായിരുന്നു. സ്റ്റേജ് ഷോകളിലെ തനതായ ശൈലിയും വേറിട്ട ശബ്ദവും അദ്ദേഹത്തെ പെട്ടെന്ന് ശ്രദ്ധേയനാക്കിയെങ്കിൽ കോമഡി ടൈം പോലുള്ള പരിപാടികൾ സലീം കുമാറിനെ ജനപ്രിയനാക്കി മാറ്റി. 90കളുടെ അവസാനത്തോടെ സിനിമയിലെത്തിയ സലീം കുമാർ വേറിട്ട അഭിനയ ശൈലിയും ശരീരഭാഷയും കൊണ്ട് വളരെ പെട്ടെന്ന് ഹാസ്യവേഷങ്ങളിൽ സ്വന്തമായൊരിടം കണ്ടെത്തി. ട്രോൾ പേജുകളിലും സൗഹൃദ സംഭാഷണങ്ങളിലും എന്തിന് നമ്മുടെ നിത്യജീവിതത്തിൽ പോലും സലീം കുമാർ എന്ന നടന്റെ ഡയലോഗുകളില്ലാത്ത ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീടിലൂടെയാണ് സലീം കുമാർ എന്ന വേഴ്സറ്റൈൽ ആക്ടറിനെ നാം കാണുന്നത്. അന്ന് വരെ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിരുന്ന സലീം കുമാർ തന്നെയോ ഇതെന്ന് അതിശയിപ്പിച്ച പെർഫോമൻസ്. തമാശക്കാരന്റെ മുഖം മൂടി അഴിച്ചുവെച്ച് സാമുവലായി ഒരച്ഛന്റെ വേദന സ്ക്രീനിൽ ജീവിച്ചു കാണിച്ചപ്പോൾ ഓരോ കാഴ്ചക്കാരന്റെയും നെഞ്ചുലഞ്ഞു. 2005 സംസ്ഥാന പുരസ്കാരം സലീം കുമാറിന് ലഭിക്കുന്നതും ആ മികവിനായിരുന്നു. ഒരായുസിന്റെ മുഴുവൻ പ്രാർത്ഥനയുമായി മക്കയിലേക്ക് പോകാൻ കുതിച്ച ആദാമിന്റെ മകൻ അബുവിലെ അബുവായി അദ്ദേഹം മാറിയപ്പോൾ ആ അഭിനയ മികവിന് മുന്നിൽ 2010 ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും തേടിയെത്തി. 2013 അയാളും ഞാനും തമ്മിലെന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. അഭിനയത്തിന് പുറമെ സംവിധാനത്തിലും രചനയിലും സലീം കുമാർ മികവ് കാട്ടി. കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ സിനിമകൾ അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയും സിനിമാബോധവും നമുക്ക് മുന്നിൽ വരച്ചിട്ടു. നിലപാടുകളും അഭിപ്രായങ്ങളും പറയാൻ അത് രാഷ്ട്രീയമായാൽ പോലും മടികാട്ടാത്ത വ്യക്തിത്വം കൂടിയായിരുന്നു സലീം കുമാർ. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറെ ആവേശത്തോടെ കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി UDF വേദികളിൽ നിറഞ്ഞു നിന്ന സലീം കുമാറിനെയും കേരളം കണ്ടു. ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും അസാമാന്യമായ ആത്മവിശ്വാസത്തോടെയും തമാശ കലർന്ന ലാഘവത്തോടെയും നേരിട്ട വ്യക്തിത്വമാണ് സലീം കുമാർ. ആ പേര് ഹാസ്യത്തിനൊപ്പം തന്നെ ഗൗരവമേറിയ അഭിനയത്തിന്റെ പര്യായമായും മലയാള സിനിമാ ചരിത്രത്തിൽ എന്നും നിലനിൽക്കും. വിട.